Dear friends, I am M.A. Rashid, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സീസണൽ ആങ്സൈറ്റി ഡിസോർഡർ, അതായത് സീസണൽ ഉത്കണ്ഠ രോഗം എന്നറിയപ്പെടുന്ന ഒരു ന്യൂറോട്ടിക് ഡിസോർഡറിനെ കുറിച്ചാണ്. ഇതിന് മേജർ ഡിപ്രസീവ് ഡിസോർഡർ എന്ന വിഭാഗത്തിലാണ് ഇത് പെടുന്നത്. ഇത് കാലാവസ്ഥ അനുസരിച്ച്, ഇപ്പോൾ തണുപ്പ് കാലം അല്ലെങ്കിൽ മഴക്കാലം, വേനൽക്കാലം, ഇങ്ങനെയൊക്കെയുള്ള കാലാവസ്ഥയിൽ ചേഞ്ച് ഉണ്ടാകുന്നതനുസരിച്ച് എല്ലാ ആളുകളിലും മൂഡ് ചേഞ്ചസും അതുപോലെ എനർജി ലെവൽസിലൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ, ഓവറോൾ വെൽബീയിങ്ങിലൊക്കെ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ ചില ആളുകളിൽ ഇത് അമിതമായ ഉത്കണ്ഠയായിട്ട്, ഡിപ്രഷനായിട്ടോ ആങ്സൈറ്റി ആയിട്ടൊക്കെ മാറുന്ന ഒരു അവസ്ഥയുണ്ട്. ഇങ്ങനെ വരുന്ന ഒന്നാണ് സീസണൽ ആങ്സൈറ്റി ഡിസോർഡർ എന്ന് അറിയപ്പെടുന്ന ഈ അസുഖം. എന്താണ് സീസണൽ ആങ്സൈറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്? സീസണൽ ആങ്സൈറ്റി ഡിസോർഡർ, ആൾസോ നോൺ ആസ് സീസണൽ പാറ്റേൺ, ഈസ് എ ടൈപ്പ് ഓഫ് ആങ്സൈറ്റി ഡിസോർഡർ ദാറ്റ് ഫോളോസ് എ സീസണൽ പാറ്റേൺ. അതായത് കാലാവസ്ഥയിലുള്ള വ്യത്യാസങ്ങൾ, കാലാവസ്ഥ മാറി മാറി വരുന്നത്, ചില ആളുകൾക്ക് ചില കാലാവസ്ഥകളിൽ ഉത്കണ്ഠ കൂടുകയും ആങ്സൈറ്റി കൂടുകയും അത് കൂടുതലാവുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്. ഇതിൽ മാനിയ എന്ന് പറയുന്ന ലക്ഷണവും ഉണ്ടാകും. അതുപോലെ തന്നെ ഡിപ്രഷൻ, അതായത് വിഷാദം, മാനിയ എന്ന് പറഞ്ഞാൽ ഉന്മാദം, ഇത് രണ്ടും കൂടി മാറി മാറി വരുന്ന ഒരവസ്ഥയാണ് ഈ സീസണൽ ആങ്സൈറ്റി ഡിസോർഡറിൽ കാണപ്പെടുന്നത്. ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് വെച്ചാൽ ഇൻക്രീസ്ഡ് ആങ്സൈറ്റി ഓർ വറി ഡ്യൂറിങ് സ്പെസിഫിക് സീസൺസ്, വിൻ്ററിലോ സമ്മറിലൊക്കെ ചില കൂടുതൽ ആങ്സൈറ്റിയും ഒരു പ്രയാസം ഉണ്ടാകുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകുക. ചേഞ്ചസ് ഇൻ സ്ലീപ്പ് പാറ്റേൺ ആൻഡ് അപ്പറ്റൈറ്റ്, ഉറക്കത്തിലും അതേപോലെ ഉറക്കത്തിൻ്റെ കാര്യത്തിലും ദഹനത്തിൻ്റെ കാര്യത്തിലൊക്കെ ചേഞ്ചുകൾ വരിക. ചില ആളുകൾക്ക് നന്നായി ഉറങ്ങും, ചില ആളുകൾ നേരെ ഉറക്കമില്ലാത്ത അവസ്ഥയൊക്കെ ഉണ്ടാകും. പിന്നെ ഫിസിക്കൽ സിംറ്റംസ് ലൈക്ക് ഹെഡ് ഏക്ക്, സ്റ്റൊമക്ക് പ്രോബ്ലംസ്, മസിൽ ടെൻഷൻസ്, വയറിന് പ്രയാസം, അതുപോലെ പേശി വലിഞ്ഞു മുറുകുന്ന അവസ്ഥ, അതുപോലെ തന്നെ തലവേദന, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് അസ്വസ്ഥതകൾ അവർക്ക് ഉണ്ടായേക്കാം. അവോയ്ഡൻസ് ബിഹേവിയർ ഉണ്ടാവും. അതുപോലെ തന്നെ സോഷ്യൽ വിത്ഡ്രോവൽ, സമൂഹത്തിൽ നിന്ന് മാറി നിൽക്കുക. അവർക്ക് ചിലപ്പോൾ യോജിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ അവർക്ക് പ്രയാസം ഉണ്ടാക്കുന്നു എന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ മാറി നിൽക്കും. സാധാരണ എല്ലാവരും രംഗത്ത് വരേണ്ട കാര്യങ്ങളിൽ നിന്ന് പോലും അവർ മാറി നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും. ഇത് അവരുടെ ഡെയിലി ലൈഫിനെയും ക്ഷേമത്തെയും ഒക്കെ വളരെയധികം പ്രയാസപ്പെടുത്തുന്ന ഒന്നാണ്. ഇതിൻ്റെ കാരണങ്ങൾ എന്തെന്ന് വെച്ചാൽ സ്പെസിഫിക് ആയിട്ടുള്ള പ്രത്യേക റീസൺസ് ഒന്നും പറയാൻ പറ്റുന്നില്ല. ഇതിൻ്റെ ട്രിഗറുകൾ എന്ന് പറയുന്നത് പകൽ സമയത്ത് സൂര്യപ്രകാശമില്ലാത്ത അവസ്ഥ, ഒരു മൂടിക്കെട്ടിയ അവസ്ഥയിൽ ഇവർക്ക് ഈ അസുഖങ്ങൾ അനുഭവപ്പെടുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ അവരുടെ ശരീരത്തിൻ്റെ ബയോളജിക്കലായിട്ടുള്ള ഒരു ക്ലോക്ക് ഉണ്ട്, അത് സർക്കാരിയൻ റിതം, ഈ താളത്തിലൊക്കെ ഈ മൂഡ് ഡിസോർഡർ കൊണ്ട് വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് ഒരു കാരണമാണ്. അപ്പോഴാണ് ഇത് കൂടിക്കൂടി വരുന്നത്. പിന്നെ സാധാരണ ഉത്കണ്ഠയും വിഷാദവും പോലുള്ള ബേസിക് പ്രോബ്ലംസ് ഉള്ള ആളുകളിൽ ഇത് ഉണ്ടാകാനുള്ള ഈ സീസണൽ ആങ്സൈറ്റി ഡിസോർഡർ എന്ന് പറയുന്ന ഈ ഡിപ്രസീവ് മൂഡ് ഡിസോർഡർ എന്ന് പറയുന്ന ഈ അസുഖം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതിന് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഏറ്റവും നല്ലത് ലൈറ്റ് തെറാപ്പിയാണ്. അവരെ ഒരു പ്രത്യേകം വെളിച്ചമുള്ള നല്ല സ്ഥലത്തേക്ക് കൊണ്ടുവരികയും ആ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് അവരെ എക്സ്പോഷറിലൂടെ അവരിലേക്ക് ഒരു മാനസികമായ ഒരു റിലാക്സേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ അവർക്ക് എക്സസൈസ് ആൻഡ് ഫിസിക്കൽ ആക്ടിവിറ്റീസിനൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള കുറേ കാര്യങ്ങൾ അവരെ കൊണ്ട് പരിശീലിപ്പിക്കുക. അതും ശരീരത്തിൽ ആങ്സൈറ്റി കുറക്കാനും അതുപോലെ സെറോട്ടോണിൻ്റെയും എൻഡോർഫിൻ്റെയൊക്കെ ലെവലുകളൊക്കെ വർദ്ധിക്കാനൊക്കെ കാരണമാകുന്നു, ഹാപ്പി ഹോർമോൺസ്. അതുപോലെ തന്നെ അവർക്ക് മെൻ്റൽ റിലാക്സേഷന് വേണ്ടിയിട്ട് മൈൻഡ്ഫുൾനെസ് ആൻഡ് റിലാക്സേഷൻ ടെക്നിക്സ് ഒക്കെ അവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരെ അതിൽ നിന്ന് മോചനം നേടാനുള്ള ഒരു സഹായം നൽകാൻ പറ്റും. പിന്നെ സോഷ്യൽ സപ്പോർട്ട്, ഫ്രണ്ട്സിൻ്റെയും റിലേറ്റീവ്സിൻ്റെയും ഒക്കെ അടുത്ത ലവ്ഡ് വൺസിൻ്റെ ഒക്കെ സാമീപ്യവും പിന്തുണയൊക്കെ അവർക്ക് കൊടുക്കേണ്ടതുണ്ട്. സെൽഫ് കെയറിന് മുൻഗണന കൊടുക്കേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞ് അവർക്ക് അതിനെ പരിശീലിപ്പിക്കേണ്ടതുണ്ട്.
ഒരു മ്യൂസിക്കൊക്കെ കേൾക്കുക, സന്തോഷം ഉണ്ടാക്കുന്ന അവസ്ഥ. അവർക്ക് എന്താണോ സന്തോഷം ഉണ്ടാക്കുന്നത്, വായനയാണോ, അതുപോലെ എന്തെങ്കിലും ഹോബികളിലൊക്കെ ഏർപ്പെടാനുള്ള ഒരു സന്നദ്ധത, പരിശീലനം അവർക്ക് നൽകേണ്ടതുണ്ട്. അങ്ങനെ അവരിലുള്ള ഈ പ്രയാസത്തെ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കും. അത് സിവിയറായിട്ട് വരുന്ന അവസ്ഥയിൽ ഒരു സൈക്കോളജിസ്റ്റിനെ കാണിക്കുകയും വേണ്ടി വന്നാൽ സൈക്യാട്രിസ്റ്റിനെയൊക്കെ കാണിക്കുന്ന അവസ്ഥയിലേക്കും ചിലപ്പോൾ അത് വന്നേക്കാം. അത്തരത്തിലുള്ള ആളുകൾ നമ്മുടെ ഈ പ്രദേശത്തോ നമ്മുടെ സുഹൃത്ത് വലയത്തിലോ നമ്മുടെ കുടുംബ സമൂഹത്തിലോ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് അതിന് വേണ്ട കാര്യങ്ങൾ നൽകാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് എല്ലാവർക്കും ക്ഷേമവും ഐശ്വര്യവും മാനസികമായ സ്വസ്ഥതയും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്.